നമസ്കാരം. ഷാരോൺ രാജ് വധക്കേസിൽ വധശിക്ഷ വിധി വന്നപ്പോൾ പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ വധശിക്ഷയൊക്കെ വിധിച്ചാലും അത് നടപ്പിലാകുമോ? ഇന്ത്യയിൽ പ്രതിവർഷം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നവരുടെ എണ്ണം കൂടി വരികയാണെന്നാണ് കണക്കുകൾ പറയുന്നത്. വധശിക്ഷ പ്രാകൃത ശിക്ഷാവിധിയാണെന്നുള്ള വാദം ആഗോളതലത്തിൽ തന്നെ ശക്തമാകുമ്പോൾ നമ്മൾ ആ ശിക്ഷാവിധിയെ നോക്കിക്കാണുന്നത് എങ്ങനെയാണെന്നും കേരളത്തിൽ വധശിക്ഷ കാത്ത് എത്ര പേരാണ് നിലവിൽ ജയിലിൽ കഴിയുന്നതെന്നും പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കേരളത്തിലെ 5 ജയിലുകളിലായി കഴിയുന്നത് 40 തടവുകാരാണ്. അതിൽ ഗ്രീഷ്മയടക്കം 2 സ്ത്രീകൾ. തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഏറ്റവും അധികം തടവുകാരുള്ളത്. ആലപ്പുഴയിൽ രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട 15 പേർ ഉൾപ്പെടെ 23 പേരാണ് ഇവിടെയുള്ളത്. കണ്ണൂർ സെൻട്രൽ ജയിലിലും തൃശ്ശൂരിലെ വിയ്യൂർ സെൻട്രൽ ജയിലിലുമാണ് നിലവിൽ 4 വധശിക്ഷാ തടവുകാർ വീതമുള്ളത്. പെരുമ്പാവൂർ ജിഷ കൊലക്കേസിലെ പ്രതി അമീറുൽ ഇസ്ലാം, ആലുവയിൽ 5 വയസ്സുകാരെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അഷ്ഫാഖ് ആലം എന്നിവർ വിയ്യൂർ സെൻട്രൽ ജയിലിലുണ്ട്. വിയ്യൂർ അതിസുരക്ഷാ ജയിലിലും 2 പേർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരായുണ്ട്. ചെങ്ങന്നൂരിലെ ഇരട്ടക്കൊലപാതക കേസിൽ ശിക്ഷിച്ച ബംഗ്ലാദേശി പൗരൻ ലബലു ഹസൻ, ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസിലെ പ്രതി നിനോ മാത്യു, അസം സ്വദേശി പ്രദീപ് ബോറ, ഒരുമനയൂർ കൂട്ടക്കൊലക്കേസ് പ്രതി റജികുമാർ, മാവേലിക്കര സ്മിത വധക്കേസ് പ്രതി വിശ്വരാജൻ, കോളിയൂർ കൊലക്കേസ് പ്രതി അനിൽകുമാർ എന്നിവരും വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയുന്നു. മുൻ പോലീസ് ഉദ്യോഗസ്ഥരും വധശിക്ഷ ലഭിച്ചവരുടെ കൂട്ടത്തിലുണ്ട്. പോലീസുകാർ പ്രതിയായ ഫോർട്ട് പോലീസ് സ്റ്റേഷൻ ഉരുട്ടി കൊലക്കേസിലാണ് ASI ജിതകുമാർ ശിക്ഷിക്കപ്പെട്ടത്. ഇതേ കേസിൽ വധശിക്ഷ ലഭിച്ച CPO ശ്രീകുമാർ ജയിൽവാസത്തിനിടെ ക്യാൻസർ ബാധിച്ച് മരിച്ചു. വധശിക്ഷയ്ക്ക് വിധിക്കുമ്പോഴും ശിക്ഷ നടപ്പിലാക്കുന്നത് അപൂർവമാണ്. കേരളത്തിൽ അവസാനമായി വധശിക്ഷ നടപ്പിലാക്കിയത് 34 വർഷങ്ങൾക്ക് മുമ്പാണ്. 1991 ജൂലൈ 6 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ചായിരുന്നു ശിക്ഷ നടപ്പിലാക്കിയത്. അന്ന് 14 പേരെ ചുറ്റിക കൊണ്ട് കൊലപ്പെടുത്തിയ റിപ്പർ ചന്ദ്രനായിരുന്നു കുറ്റവാളി. വധശിക്ഷയ്ക്കെതിരെ ചന്ദ്രൻ സുപ്രീം കോടതിയിൽ പോയെങ്കിലും ശിക്ഷ ശരിവെച്ചു. പിന്നീട് രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകിയതും തള്ളി. 1974 തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അവസാനമായി ഒരാളെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത്. കളിയിക്കാവള സ്വദേശിയായ അഴകേശനെയായിരുന്നു അന്ന് തൂക്കിലേറ്റിയത്. മിക്ക കേസുകളിലും മേൽക്കോടതി വധശിക്ഷ ഇളവ് ചെയ്യും, അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും സാധിക്കും. ഏറെ കോളിളക്കം സൃഷ്ടിച്ച കൊല്ലത്തെ വിധുകുമാരൻ തമ്പി വധക്കേസിൽ 2006 ഭാര്യ ബിനിതയ്ക്ക് കൊല്ലം ജില്ലാ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചിരുന്നു. പിന്നീട് ഹൈക്കോടതി അത് ജീവപര്യന്തമായി കുറച്ചു. വിഴിഞ്ഞം മുല്ലൂർ സ്വദേശിയായ ശാന്തകുമാരിയെ മോഷണത്തിനായി കൊന്ന് ചാക്കിൽ കെട്ടി തട്ടിൻപുറത്ത് ഉപേക്ഷിച്ച കേസിലെ പ്രതി റഫീഖയാണ് വധശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിലുള്ള ഏക വനിത. അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ് ഇവർ തടവുകാരിയായി കഴിയുന്നത്. എന്തായാലും നിലവിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് ഗ്രീഷ്മ. ജയിലിൽ കഴിയുന്ന 2 പേരെയും, അതായത് റഫീഖ ബീവിയെയും ഗ്രീഷ്മയെയും ശിക്ഷിച്ചത് ഒരേ ന്യായാധിപനാണ് എന്നതും തികച്ചും യാദൃച്ഛികം, അല്ലെങ്കിൽ ശ്രദ്ധേയം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗ്രീഷ്മയ്ക്ക് പരോളിന് അർഹത ഉണ്ടാകില്ല എന്നുള്ളതും എടുത്തു പറയുന്നു. ജാമ്യത്തിനും സാധ്യത കുറവാണ്. അടിയന്തര ചികിത്സ വേണ്ട സാഹചര്യത്തിൽ മാത്രമാണ് വധശിക്ഷ ലഭിച്ചവർക്ക് ജാമ്യം കിട്ടുക. നിലവിലെ സാഹചര്യത്തിൽ 6 വർഷം കഴിയാതെ ഹൈക്കോടതി അപ്പീൽ പരിഗണിക്കാനും ഇടയില്ല. ജയിലിലെ മറ്റ് സ്ഥിരം തടവുകാരെ പോലെയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെയും പരിഗണിക്കുക. തടവുകാരുടെ സ്ഥിരം വസ്ത്രവും തിരിച്ചറിയൽ നമ്പരും നൽകും. ജോലിയും ഉണ്ടാകും. അപ്പീലുകളെല്ലാം തള്ളി വധശിക്ഷ ഉറപ്പായാൽ മാത്രമേ ഇവരെ പ്രത്യേക സെല്ലിലേക്ക് മാറ്റാറുള്ളൂ. ഇങ്ങനെ മാറ്റിയിട്ടുള്ള പ്രതികളാരും കേരളത്തിലെ ജയിലുകളിൽ ഇല്ല. വധശിക്ഷ നിയന്ത്രിക്കാൻ വേണ്ടി അപൂർവങ്ങളിൽ അപൂർവം എന്ന നിയമ തത്വം സുപ്രീം കോടതി നേരത്തെ പുറപ്പെടുവിച്ചിരുന്നു. ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അപൂർവങ്ങളിൽ അപൂർവം. ബച്ചൻ സിംഗും പഞ്ചാബ് സർക്കാരും തമ്മിലുള്ള കേസിലായിരുന്നു ഈ വിധി പ്രസ്താവം. അപൂർവങ്ങളിൽ അപൂർവമായ കേസുകൾ നിർണ്ണയിക്കുന്നത് എങ്ങനെ എന്ന നിർവചനവും അന്ന് കോടതി നൽകി. കൊലപാതകം നടത്തിയ രീതി, കൊലപാതകിയുടെ ലക്ഷ്യം, കുറ്റകൃത്യത്തിൻ്റെ ഭീകരതയും സാമൂഹ്യ വിരുദ്ധ സ്വഭാവവും, കുറ്റകൃത്യത്തിൻ്റെ വ്യാപ്തി, കൊലപാതകിയുടെ സ്വഭാവ സവിശേഷതകൾ, ഈ 5 ഘടകങ്ങൾ പരിഗണിച്ചു വേണം വധശിക്ഷ പുറപ്പെടുവിക്കാൻ എന്നാണ് അന്ന് പരമോന്നത നീതിപീഠം വിധിച്ചത്. ഇതനുസരിച്ച് ഗ്രീഷ്മയുടെ കേസിൽ വധശിക്ഷ നിലനിൽക്കുമോ എന്നതിൽ സൂക്ഷ്മമായ നിയമപരിശോധന അനിവാര്യമാണ്. സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഗ്രീഷ്മയുടെ വധശിക്ഷാ വിധിയിൽ അടിസ്ഥാനമാക്കിയത്. അതിനാൽ ഈ പരിഗണനകൾ മേൽക്കോടതികളിൽ വാദങ്ങളായി ഉയർന്നു വരും. കീഴ്ക്കോടതികൾ വ്യാപകമായി വിധി പുറപ്പെടുവിക്കുമെങ്കിലും കേസുകളുടെ സൂക്ഷ്മ പരിശോധനയിൽ
സുപ്രീം കോടതി പലപ്പോഴും വധശിക്ഷ ശരിവയ്ക്കാറില്ല. ദേശീയ നിയമ സർവകലാശാല കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ വധശിക്ഷ കാത്തുകിടക്കുന്നത് 561 പേരാണ്. 2023 ഡിസംബർ 31 വരെയുള്ള നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളും വിവിധ സംസ്ഥാനങ്ങളിലെ കേസുകളും വിലയിരുത്തി പുറത്തുവിട്ടതാണിത്. എന്നാൽ കീഴ്ക്കോടതികൾ വിധിച്ച 7 വധശിക്ഷാ കേസുകൾ മാത്രമേ കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ സുപ്രീം കോടതി ശരിവച്ചിട്ടുള്ളൂ. 2023 6 പേരെ വിട്ടയക്കാനും സുപ്രീം കോടതി വിധിച്ചിരുന്നു. വധശിക്ഷാ കേസുകളിൽ 2 ദശകങ്ങൾക്കിടയിലെ രാജ്യത്തെ ഏറ്റവും വലിയ കണക്കാണ് ദേശീയ നിയമ സർവകലാശാല പുറത്തുവിട്ടത്. അതായത് 5 വർഷമായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നവരുടെ എണ്ണം ഓരോ വർഷവും കൂടി വരുന്നതായാണ് ഈ കണക്കുകളൊക്കെ വ്യക്തമാക്കുന്നത്. 2019 378, 2020 404, 2021 490, 2022 ആയപ്പോഴേക്കും അത് 541, 2023 561 എന്നിങ്ങനെയാണ് 5 വർഷത്തെ കണക്ക്. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ പേർ 119, ഗുജറാത്ത് 72, മഹാരാഷ്ട്ര 41, ജാർഖണ്ഡ് 39, മധ്യപ്രദേശ് 30, ഹരിയാന 28, കർണാടക 25 എന്നിങ്ങനെയാണ് തൂക്കുകയർ കാത്തു കഴിയുന്നവർ കൂടുതലുള്ള മറ്റ് സംസ്ഥാനങ്ങളുടെ കണക്ക്. 2023 വരെയുള്ള ഔദ്യോഗിക കണക്കിൽ കേരളത്തിൽ വധശിക്ഷ കാത്തിരിക്കുന്നവർ 23 പേരാണെങ്കിലും ഇപ്പോഴത് 40 ഉയർന്നു കഴിഞ്ഞു. ഗ്രീഷ്മയുടെ വിധി എന്താകും എന്ന് ഇനി ഹൈക്കോടതിയെ ആശ്രയിച്ചിരിക്കും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. Do you miss the flavor of Kerala? The sound of the chenda? The taste of sadhya? The beauty of our backwaters? Pravasi Bharati Radio Network brings you the best of Kerala, no matter where you are in the world. Headed by the veteran broadcaster Mr. Chandra Senan, our network is dedicated to bring you the authentic flavor of Kerala. With 8 channels broadcasting in 18 countries, we reach 4.2 crores of Malayalees worldwide. Get ready to experience the flavor of Kerala, no matter where you are. Pravasi Bharati Radio Network, launching soon.